ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റംസാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു 5-6 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 5-6 ദിവസമാണോ അല്ലേന്ന് എനിക്കറിയില്ല, കാരണം അതിന് മുമ്പുള്ള കുറേ ദിവസങ്ങളിലെ വിശേഷങ്ങളും കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതൊരു സൺഡേയിലത്തെ വ്ളോഗാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എന്താണെന്നും എനിക്കറിയില്ല. ഒന്ന് കിച്ചണിൽ കയറിയതാണ്. ഒരു മട്ടൻ കറിയാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ഈജിപ്ഷ്യൻ കറിയാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഒരു ഡ്രൈ പ്രോൺസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറിയായിരുന്നു. സംഭവത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇക്കാനോട് ചോദിക്കാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും ഇടുന്നില്ല. പക്ഷെ ഒന്ന് പറയാം, പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചിട്ടാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒരു ദിവസം കൊണ്ട് ആ ഒരു കറി തീർന്നു എന്നുള്ളതാണ് കേട്ടോ. കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതിന് വേറൊരു ടേസ്റ്റായിരുന്നു, ഒരു അറബിക് ടേസ്റ്റായിരുന്നു അതിന്. അപ്പോൾ എന്തായാലും ഇനി ഉണ്ടാക്കുമ്പോൾ റെസിപ്പി കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാല്ലാ ഷെയർ ചെയ്യാം. ഇത് പിറ്റേ ദിവസം രാത്രി ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയതാണ്. പിറ്റേ ദിവസം സ്കൂളുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കൊടുത്തയക്കണം ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ഇരിപ്പില്ല കേട്ടോ കൊടുത്തയക്കാനായിട്ട്. അപ്പോൾ ഒരു പാൽക്കൊഞ്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട്, സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് പണി കഴിയും. നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് ഈസി ആയിട്ട് ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അതും ഒരു മിക്സഡ് ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു നോർമൽ ബസ്മതി റൈസുമാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ നമ്മൾ ഉപ്പും പെപ്പറൊക്കെ ഇട്ടിട്ട് ഒന്ന് ബട്ടറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ചും കൂടി ബട്ടറും ഓയിലും ആഡ് ചെയ്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്ക് അത്യാവശ്യം കൂടുതൽ വേണം കേട്ടോ. ഞാനിവിടെ വലിയ ഗാർലിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ മല്ലിയില അല്ലെങ്കിൽ പാഴ്സലി ലീവ്സ് ആണ് വേണ്ടത്. പാഴ്സലി ഉണ്ടെങ്കിൽ ബെറ്റർ, ഇല്ലെങ്കിൽ മല്ലിയില ചോപ്പ് ചെയ്ത് ആഡ് ചെയ്താൽ മതി. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീനും പിന്നെ അതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് ഫ്രഷ് ക്രീമും പിന്നെ എരിവിന് വേണ്ടിയിട്ട് പെപ്പറും ചില്ലി ഫ്ലേക്സും മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ്. ഫ്രഷ് ക്രീം നിർബന്ധമാണ് കേട്ടോ, എന്നാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ടേസ്റ്റിലേക്ക് വരുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ പാൽക്കൊഞ്ച്. അതേപോലെ പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അങ്ങനെ അത് രാത്രി തന്നെ സെറ്റാക്കി വെച്ചതുകൊണ്ട് വേറെ പണികളൊന്നുമില്ല. രാവിലെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചീസി എഗ്ഗാണ് കേട്ടോ ആക്കുന്നത്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ അതേ എണീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് 1 മാസം എത്തിയാണ് കേട്ടോ എക്സാം തീരുന്നത്. ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വീക്സ് ഒക്കെ ഗ്യാപ്പ് വരും. അതിൻ്റെ ഇടയിൽ ക്ലാസ്സും ഉണ്ടാവും. വലിയ മെയിൻ സബ്ജക്റ്റുകൾക്ക് മാത്രം ഹംദാന അവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാറൂന് അതുമില്ല കേട്ടോ. എക്സാം ഉള്ള ദിവസം വൈകുന്നേരം വരെ ക്ലാസ്സും ഉണ്ടാവും. റമദാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ വരും. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ റമദാൻ്റെ ക്ലീനിങ് ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഓരോ ഷെൽഫുകളും കാര്യങ്ങളും ഞാനിങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് ഓരോ ദിവസം പ്ലാനിങ് പോകുന്നത്. അതേപോലെ നമ്മുടെ ബേബി ഷവർ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും അതും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പിള്ളേരുടെ എക്സാമും കാര്യങ്ങളും കൂടി നടക്കുന്നത് കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത്രയും ബിസിയാണ് ഓരോ ദിവസവും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഒരു ദിവസം വെറുതെ ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബിസി ആയിട്ട് പോകുന്നതാണ് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം. അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. പിള്ളേർക്ക് ചീസ് എഗ്ഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൊസറല്ല ചീസും എഗ്ഗും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ബട്ടറിൽ ഇങ്ങനെ ഇട്ട് തിരിച്ചും മറിച്ചിടാൻ പാടില്ല, കാരണം അകത്ത് ചീസ് ഉള്ളതുകൊണ്ട് തന്നെ അത് മറിച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണേ. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാൽക്കൊഞ്ചും റൈസും റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ബേബി ഷവറിൻ്റെ ഡേ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഒന്ന് വന്നതാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അതിനുശേഷം ഇക്കായും ഹാസിമൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് ഞങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വന്നതാണ്. അപ്പോൾ വൈകുന്നേരം 4 മണിക്കാണ് കേട്ടോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വെച്ചേക്കണം. അപ്പോൾ അതിന് മുമ്പുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ സമയത്ത് റെഡിയായി വരുമ്പോൾ ഹാസിമിനെ പ്ലേ സ്കൂളിലാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അത്രയും നേരം ഒരു 11 മണി വരെ എന്തായാലും കാര്യം വീട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നോക്കി വന്നതാണ്. ബലൂണിൻ്റെ പരിപാടികൾ ഇതേ നടക്കുന്നുണ്ട്. അതേപോലെ വാഴയില കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ ഫുഡും കാര്യങ്ങളും സ്നാക്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള വള, അതേപോലെ അച്ചപ്പം, കുഴലപ്പം, അങ്ങനത്തെ കുറച്ച് സ്നാക്സുകൾ, നെയ്യപ്പം, അത് സംഭവങ്ങളെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മാസത്തെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു
ഫൈനൽ റിസൾട്ട് ആണത് എന്ന് വരാൻ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഇക്കായും പോയി. പിന്നെ വീട്ടിലെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ നടത്തുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളും ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കവറിലാക്കി ഓർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാരി എടുക്കണം, എല്ലാവരും ഒരേപോലത്തെ തന്നെ സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാസിമിനെ നേരത്തെ പ്ലേ സ്കൂളിലേക്ക് ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹാസിമിനെ ഞാൻ റെഡിയാക്കി ഹാറൂനോട് പറഞ്ഞിട്ട് അങ്ങനെ പ്ലേ സ്കൂളിലേക്ക് ആക്കി. പിള്ളേരൊക്കെ കളിക്കാൻ വേണ്ടി പോയേക്കാണ്. അമ്താൻ ട്യൂഷനൊക്കെ പോയ സമയത്ത് ഞാനങ്ങനെ റെഡിയായി സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എത്തി. നമ്മുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബേബി ഷവറിൻ്റെ ആൾ ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ അവളുടെ സർപ്രൈസ് എൻട്രി ഒക്കെ കഴിഞ്ഞ് ഞെട്ടി നിൽക്കുവാണ് കേട്ടോ. ഞങ്ങളെയൊക്കെ കണ്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. എന്താ സംഭവിക്കുന്നതെന്നും ആൾക്കൊരു ഐഡിയ ഇല്ല. ആളൊരു ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ എണീറ്റ് വന്നതാണ്. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ഒരുക്കവും കാര്യങ്ങളുമാണ് കേട്ടോ ഇത് നടന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ അവൾ റെഡിയായി. ഞങ്ങൾ നേരെ റൂമിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ മൈലാഞ്ചി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ കുറേ പലഹാരങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു മൈലാഞ്ചി ചടങ്ങ് പോലെ അങ്ങനെ പിള്ളേരൊക്കെ വെച്ചിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് കാര്യങ്ങൾ അത് പ്രഗ്നൻസിയിലുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് ചെറിയ ചില കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നതും നമ്മുടെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ വേറെ രീതിയിലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ഞാൻ അത്രയും സ്ട്രഗിൾ അനുഭവിച്ചതാണ് കേട്ടോ 3rd പ്രഗ്നൻസിയിൽ. എനിക്ക് എന്തെന്നില്ലാത്ത വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എപ്പോഴും നമുക്ക് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾക്കിടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നവർ കൂടി ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. പക്ഷെ ചുറ്റുമുള്ളവരത് മനസ്സിലാക്കാതെ വരുമ്പോൾ ഉള്ളൊരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. ശരിക്കും അതേ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ആളും ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് ഈ ഒരു പ്രഗ്നൻസിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുക, അവളെ എത്രയും സന്തോഷിക്കാമോ അത്രയും സന്തോഷിക്കുക, അത്രയും ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും അൽഹംദുലില്ലാ സക്സസ് ആയി. അവൾ ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. കുട്ടികളുടെ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആൾ ചെറുതായിട്ടൊന്ന് കരയുകയും ഒക്കെ ചെയ്തു. നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചു പോകുന്നവർ അതേ രീതിയിൽ അവരെ മനസ്സിലാക്കി അവർക്ക് അതേപോലത്തെ ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം. അതിൽ ഞങ്ങൾ സക്സസ് ആയി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും അവളുടെ എല്ലാ മുന്നോട്ടുള്ള ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുട്ടി പട്ടാളംസിനെ എല്ലാത്തിനെയും വെച്ചിട്ട് ചെറിയൊരു ഡാൻസ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒഫീഷ്യൽ പരിപാടികളും ഫോട്ടോ എടുക്കലും ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പതിവ് ചായ പരിപാടിയിലേക്ക് കടന്നു. ചായയും സ്നാക്സ് കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും ചെറിയൊരു സർപ്രൈസും കൂടിയുണ്ട്. ആളുടെ ഹസ്ബൻഡ് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. നേരത്തെ പ്ലാൻ ചെയ്തപ്പോൾ ആൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. എന്നാലും ലാസ്റ്റ് ആളുടെ ഒരു എൻട്രിയും കൂടി ഉണ്ട്. അതും ഇവൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടിയാണ് കേട്ടോ ഇനിയൊരു ക്ലൈമാക്സ് ആയിട്ടുള്ളത്. അങ്ങനെ ഫൈനലി അവളുടെ ഹസ്ബൻഡ് എത്തി. ആൾ ഭയങ്കര സർപ്രൈസായി പോയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഈ വീട്ടിലെ ഓണറും അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ഫാമിലി ഫ്രണ്ട്സാണ്. അങ്ങനെ രണ്ടുപേരുടെയും കൂടി ഒരു എൻട്രി ആയിരുന്നു. എൻട്രിയുടെ സമയത്ത് ഞങ്ങൾ വലിയൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. അവസാനം അവർ ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുട്ടികളുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്തു, ഞങ്ങളുടെ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ അതിൽ സ്നേഹയുടെ ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ ആളുടെ വക കുറേ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസത്തെ പ്രാക്ടീസും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ദിവസം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അയ്യോ ആ ഒരു ഡേ കഴിഞ്ഞല്ലോ, ആ ഒരു കൂടലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പിന്നീട് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ.
പിള്ളേർ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ സൂംബക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അതിന് മുമ്പ് ഒരു വൈറൽ റെസിപ്പി സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഗ്ഗും ചിക്കനും ഗാർലിക്കും നമ്മുടെ ഹോൾ ചില്ലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആവി ഇട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അതേ സൂംബക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഭയങ്കര ഫോഗായിരുന്നു കേട്ടോ. ഇന്ന് നല്ല മഞ്ഞുള്ളൊരു ദിവസം. ആക്ച്വലി ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡേ ഭയങ്കര തണുപ്പായിട്ട് തോന്നിയിട്ടാണ്. ഒരു 9 മണി വരെ നല്ലൊരു ഫോഗും നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. അങ്ങനെ സൂംബയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും ക്യാപ്സിക്കവും കോണും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ആവിയേറ്റിയ സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ ചീസും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. ചിക്കൻ വേറെ നമ്മളൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ബ്രെഡിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് വേണ്ടതൊരു ഹെൽത്തി മയോണൈസാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പേജിൽ തന്നെ കൊടുക്കാം കേട്ടോ, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും, കാരണം അത്രയ്ക്ക് വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഐക്കേന്നും പാൻഹോമിൽ നിന്നൊക്കെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ അത് എൻ്റെ ഷെൽഫ് കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരു ഹാഫ് പോർഷനേ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അന്നത്തെ രാത്രിയിലത്തെ ഡിന്നറാണ് കേട്ടോ. ഞാൻ കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പൂതി. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് അട്ടർ ഫ്ലോപ്പായി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീലങ്കൻ കപ്പ വാങ്ങിയിട്ട്. അപ്പോൾ അതെന്തായാലും ഇന്ത്യൻ കപ്പയൊക്കെ വാങ്ങി കപ്പ ഉടച്ച് വെച്ചിട്ടാണ്, തേങ്ങയൊക്കെ ഇട്ട് ഉടച്ച കപ്പയാണ് ഉണ്ടാക്കിയത്. കൂടെ മീൻകറി, നല്ലൊരു ഫിഷ് ഫ്രൈയും പിന്നെ ചോറും ഉണ്ടായിരുന്നു. മീൻ 1000 പല്ലിയാണ് കേട്ടോ വാങ്ങിയത്. ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷാണ്. ഒരുപാട് മുള്ളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫ്ലഷ് ഉള്ളൊരു മീനാണ് കേട്ടോ. അങ്ങനെ കപ്പ ഈ തവണ എന്തായാലും ഫ്ലോപ്പായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹാസിമും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. മീൻകറിക്ക് ഇത്തിരി എരിവുണ്ട് കേട്ടോ. പക്ഷെ ആൾക്ക് ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കറി വേണം. ഒഴിക്കണ്ടെന്ന് പറഞ്ഞാലും ആൾ കറി കൂട്ടി കഴിക്കും കേട്ടോ. എന്നിട്ട് എരിവാണെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുളിയുടെ ചമ്മന്തിയും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെവി ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു സിനിമയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ചെറിയ വാലന്റൈൻസ് ഡേ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഫോർസ്ക്വയറിൽ പോവുക, ഒരു ചായ കുടിക്കുക, അതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. അങ്ങനെ പതിവ് പോലെ വൈകുന്നേരം റെഡിയായി ഹാസിമിനെ പ്ലേ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3:30 സമയത്ത് ആക്കുകയാണെങ്കിൽ അവനെ 7:30 ആകുമ്പോൾ വിളിച്ചാൽ മതി. അപ്പോൾ ഇൻ ബിറ്റ്വീൻ പ്രയർ ടൈം വരും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പള്ളി ആയതുകൊണ്ട് ഞാൻ പോയി നിസ്കരിച്ചിട്ട് അങ്ങനെ വരികയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇവരായിരുന്നു എൻ്റെ വാലന്റൈൻസ് ഡേ ഫ്രണ്ട്സ്. മാത്രമല്ല അന്ന് അതിലൊരാളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം വീക്കെൻഡ് ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഫിഷ് മാർക്കറ്റിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി കുറച്ച് ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹാസിം ഉള്ളത് കൊണ്ട് ഫിഷ് ടാങ്കിൽ കയറി നിൽക്കാനും അതിൽ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അത് ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഇന്നും ഹംദാനും ഹാറൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനിനെ വളർത്താനും കിളീനെ വളർത്താനും ഒക്കെ. പക്ഷെ നമുക്ക് പേടിയാണ്, ഹാസിം ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്യാനൊക്കെ എങ്ങനെയാണെന്ന് ഓർത്തിട്ട് പേടിയാണ്. കാരണം നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തതാണ്. ഒരു ബേർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും പൂച്ച ഉണ്ടായിരുന്നു, അതിനൊക്കെ ആണെങ്കിലും ഭയങ്കര പേടിയാണ് കേട്ടോ. ഹാസിം ഒന്ന് വലുതായതിനു ശേഷം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഹംദാനും ഹാറൂനും കുറേ പറഞ്ഞിട്ടാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഫിഷ് മാർക്കറ്റ് ധേരയിലെ സത്യം പറഞ്ഞാൽ കാണാനുണ്ട് കേട്ടോ. അതിനും മാത്രം വെറൈറ്റി ആയിട്ടുള്ള മീനുകളും അവിടുത്തെ അറേഞ്ച്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഒരുപാട് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഫ്രഷായിട്ട് മീൻ നമ്മൾക്ക് അവിടെ നിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി തരും കേട്ടോ. അത് ഏത് മസാലയിൽ വേണമെങ്കിലും അവർ സെറ്റാക്കി തരും. അപ്പോൾ ഫിലിപ്പീൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, ഇന്ത്യൻ ഉണ്ട്, അതേപോലെ അറബിക് ഉണ്ട്. നമ്മളൊരു അറബിക് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ കൂന്തൽ, അതേപോലെ സീബ്രീം, പ്രോൺസ്, അങ്ങനെ കുറേ ഫിഷുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റി മസാലയിൽ അവരത് ചെയ്ത് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മദ്രസയിൽ ഓപ്പൺ ഹൗസും കൂടിയായിരുന്നു 2 പേരുടെയും. അപ്പോൾ മദ്രസയിലൊക്കെ പോയി ഫുഡ് കഴിച്ച് നേരെ മദ്രസയിലൊക്കെ പോയി സൈൻ ചെയ്ത് 2 പേരും പാസ്സായി. ഒരാൾ 10th ഒരാൾ 5th കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെയും ഫിഷിനെ കാണാൻ വേണ്ടി കയറണമെന്നും പറഞ്ഞ് ചെറുത് ഭയങ്കര ബഹളം. അങ്ങനെ കയറിയതാണ്. ഇവിടുത്തെ ലോബ്സ്റ്ററിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പേടിയാവും കേട്ടോ. ഞണ്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടാൻ പാകത്തിനാണ് നിൽക്കുന്നത്. കണ്ടിട്ട് തന്നെ പേടിയായിട്ട് വയ്യായിരുന്നു. ഹാസിമിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് കണ്ടിട്ട്.
ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ക്രാബിൻ്റെ ഒരു സൂപ്പായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എല്ലാവർക്കും. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരു മൈൻഡ് വന്നത്. എന്താണെന്ന് അറിയാൻ പാടില്ല, ഇനി ഫുഡിൻ്റെ ആണോ അതോ ടയേർഡായിട്ടാണോ. എല്ലാവരും ഉച്ച കഴിഞ്ഞ് ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മദ്രസയിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഹാസിമും ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. ഇക്കാക്കും ഭയങ്കര ക്ഷീണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും ഓരോ ക്ലീനിങ് കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കിച്ചണിൽ ഏറ്റവും മുകളിലത്തെ 2 ഷെൽഫുകളാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഞാൻ പ്ലാൻ ചെയ്യും ഇന്നത് ഇന്ന് തീർക്കണമെന്നുള്ള രീതിയിൽ. അങ്ങനെ മുകളിൽ കയറിയേക്കുവാണ്. ഇത് സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫാണ് കേട്ടോ. ഇതിൽ ചെയറിട്ട് കയറിയാലേ ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റുള്ളൂ. ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി താഴത്തെ 3 ഷെൽഫുകൾ ആദ്യം ക്ലീൻ ചെയ്തു. പിന്നെ മുകളിൽ കയറി ഇതിൻ്റെ ഈ 3 ഷെൽഫിൻ്റെയും ഏറ്റവും ഹൈറ്റിൽ, അതായത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് ഏറ്റവും ഹൈറ്റിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി രണ്ടാമത് എടുത്ത് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. മുകളിൽ കയറി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി ഒരു 5-6 ഷെൽഫും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ കിച്ചൺ ഓൾമോസ്റ്റ് കഴിയും. പിന്നെ ഉള്ളത് ബാൽക്കണിയും ഫ്രണ്ടിലെ TV സ്റ്റാൻഡും ആണ് കേട്ടോ. അപ്പോൾ പയ്യെ അതും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം വീക്കെൻഡാണ്. ഞാൻ രാവിലെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും നേരത്തെ ആക്കി വെച്ചിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഹക്ക നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്തപ്പോഴാണ് കേട്ടോ ആ പാക്കറ്റ് എനിക്ക് കിട്ടിയത്. അത് കാണാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നൂഡിൽസ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉണ്ടായിരുന്ന വെജിറ്റബിൾസും കാര്യങ്ങളും മഷ്റൂമൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി അതും പിന്നെ ചിക്കൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് നൂഡിൽസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എണീറ്റ് വരുന്ന അനുസരിച്ച് അതെടുത്ത് കഴിച്ചോളും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് റെസിപ്പി കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ ചക്കക്കുരു വേവിച്ച് ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലും മുടക്ക ചെമ്മീനാണ് കേട്ടോ എല്ലാം കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും നല്ല പേസ്റ്റായിട്ട് അരച്ച് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താളിച്ചപ്പോൾ 2-3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കറിയാണ് കേട്ടോ. ഹംദാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ സാമ്പാർ പോലെ തന്നെ ഇവിടെ ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഒരു ചക്കക്കുരു മാങ്ങ കറി. ചോറും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പച്ചക്കായക്ക് ഇങ്ങനെ ഓഫർ കണ്ടപ്പോൾ അങ്ങനെ 2 എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കായും ക്യാരറ്റും നല്ല ചോപ്പായിട്ട് അരിഞ്ഞിട്ട് അത് ഉള്ളിയും മുളകൊക്കെ ഇട്ട് അതും ഒന്ന് ചെറിയ തോരനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കത്തേക്കുള്ള കറി. ഒരു 11 മണിയോടുകൂടി എൻ്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങണം. പിന്നെ എൻ്റെ നിസ്കാരപ്പായ കാര്യങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് ബാത്റൂമിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി പുറത്ത് കൊണ്ടുപോയി വിരിച്ചിടണം. അതേപോലെ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള എല്ലാ സംഭവങ്ങളും പുറത്തേക്ക് എടുത്ത് ഗ്ലാസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് തുടച്ചു പോകലാണ് പതിവ്. എല്ലാം ഒന്ന് പുറത്തേക്ക് എടുക്കൽ കുറവാണ്. അങ്ങനെ അതും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനിയുള്ള എൻ്റെ പണികൾ. ഇനി അത് തീരുമോ അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ റമദാൻ ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേര് വ്യാഴാഴ്ചയാണ് എന്തായാലും ആവുള്ളൂ എന്നുള്ളൊരു ഇതിലായിരുന്നു. ഞാനും അങ്ങനെ ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിലേ ആയത്. ഇപ്പോൾ തലേ ദിവസം അതായത് ചൊവ്വാഴ്ച ആയപ്പോഴാണ് നാളെ നോമ്പാണെന്നുള്ളൊരു കാര്യം കൺഫേം ആയത്. പിന്നെ ഒരു ഹറിബറി ആയിരുന്നു എല്ലാം തീർക്കാനുള്ളത്. അങ്ങനെ എല്ലാം എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ ക്ലീനിങ്ങിന് ഒരാളെയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഞാനും കൂടി ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കിച്ചണും ഒരു ഫ്രണ്ടും ബാൽക്കണിയും കൂടി മാത്രമേ ഉള്ളൂല്ലോ. മാത്രമല്ല നോമ്പായതുകൊണ്ട് തന്നെ ഇനി ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കി ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാളെ നിർത്തുമ്പോൾ ഒരു സഹായമായല്ലോ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം ഞാനൊരാളെയും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഫുഡും കാര്യങ്ങളും കറിയൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിച്ചണിലെ ഡ്യൂട്ടീസ് ഇല്ലല്ലോ.
അങ്ങനെ ക്ലീനിങ്ങിന് ആളെ ഏൽപ്പിച്ചിട്ട് ഭയങ്കര റഷായിരുന്നു കേട്ടോ. ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരാളെ പോലും കിട്ടാനുണ്ടായിരുന്നില്ല. അവസാനം വാസലിന്ന് തന്നെ ഒരു നമ്പർ കിട്ടിയിട്ട് അങ്ങനെ വിളിച്ചു. വൈകുന്നേരം 4 മണിയോടുകൂടി വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ തീർക്കാൻ പറ്റിയ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈവനിങ് 4:30 ആയപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. അവരുടെ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ നീക്കി അതിൻ്റെ അടിയിൽ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അത് നീക്കിയിട്ട് ഞാൻ ക്ലീൻ ചെയ്യലില്ല. അപ്പോൾ അതിൻ്റെ അടിയും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം സമയമെടുത്തു. പിന്നെ കിച്ചണിൽ ഞാൻ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഷെൽഫുകളുടെ പരിപാടിയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോൾ താഴെ എന്തായാലും അഴുക്കാവുമല്ലോ. നമ്മൾ നിസ്കാരപ്പായയും കാര്യങ്ങളെല്ലാം ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാൽക്കണിയും അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ കിച്ചൻ്റെ ഷെൽഫ് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളും സാധനങ്ങളൊക്കെ അത്യാവശ്യം തീർന്നതെല്ലാം ഞാൻ റീസ്റ്റോക്ക് ചെയ്തു. പിന്നെ ഒരുപാട് കാലി കുപ്പികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കഴുകി ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചിടുന്ന സമയത്ത് മാത്രം അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊരു വേറെ ഷെൽഫിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് വീട് ക്ലീനിങ് കഴിയാനായിട്ട് രാത്രി 9:30 മണിയായിട്ടാണ്. അവരൊരു 5 മണിക്കൂറോളം പണിതിട്ടുണ്ടായിരുന്നു, ഞാനും കൂടി. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പിറ്റേ ദിവസം റമളാനാണെന്ന് അറിഞ്ഞു. തറാവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ വിളിച്ചത്. നമുക്കൊന്ന് ദേരയിൽ പോയിട്ട് വരാം. ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു ഷോപ്പിൻ്റെ കാര്യം പറയണു, പക്ഷെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം വിചാരിച്ച കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ദേരയിൽ അൽഖബയാൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കൗണ്ട് സെയിൽ ഷോപ്പുണ്ട്. നല്ല കളക്ഷനാണ് കേട്ടോ ഇവിടെ പാത്രങ്ങൾക്കൊക്കെ. പക്ഷെ പാത്രങ്ങളോ കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ റമളാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിന് മുമ്പുണ്ടായിരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി റമളാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.